എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 10 റിലീസ് ചെയ്ത ഡിനോ ഡെന്നീസ് ചിത്രം, മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ബസൂക്ക. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. മമ്മൂട്ടിയുടെ ബസൂക്ക കാണാൻ പോകുന്നത് സ്ക്രീൻ 4-ലാണ്. ഒരു ത്രില്ലർ സിനിമയായിട്ടാണ് ബസൂക്ക പ്രേക്ഷകരുടെ മുൻപിൽ തിയേറ്ററിൽ എത്തുക. കൊച്ചി നഗരത്തിൽ നടക്കുന്ന ചില ദുരൂഹമായ സംഭവങ്ങളിലൂടെയാണ് ഈ ചിത്രം മുന്നോട്ട് പോവുക. ഈ കേസ് അന്വേഷിക്കുന്ന ബെഞ്ചമിൻ ജോഷുവ ഒരു ഫോറൻസിക് വിദഗ്ധനായ ജോൺ സീസറുടെ സഹായം തേടുന്ന അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോവുക. കള്ളനും പോലീസും തമ്മിലുള്ള ഒരു ബുദ്ധിപരമായ കളിയാണ് ഈ ചിത്രത്തിൽ നമ്മൾ ഉടനീളം കാണുക. കള്ളനും പോലീസിനെയും കേന്ദ്ര കഥാപാത്രമാക്കി പല ജോണറിലുള്ള പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പ്രോ വെർഷൻ ആയിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. ഡിനോ ഡെന്നീസിന്റെ ആദ്യത്തെ ഒരു സിനിമയാണ്. ഒരു നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഈ സിനിമ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമ കൂടുതലും കണക്റ്റഡ് ആകുക മൊബൈലില് പ്രോ ലെവലിലൊക്കെ ഗെയിം കളിക്കുന്ന ഗെയിമേഴ്സിനൊക്കെ ഈ സിനിമ നന്നായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി കേന്ദ്രീകൃതമായ ഒരു സിനിമയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ മമ്മൂട്ടി എന്ന കേന്ദ്ര കഥാപാത്രത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സിനിമ. ഈ സിനിമയുടെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി ത്രില്ലർ എന്ന് ഉപരി ഒരു വലിയ പ്രതീക്ഷയോടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡിസപ്പോയിന്റഡ് ആകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് വളരെ ലാഗായിട്ട് തോന്നി. പക്ഷെ സെക്കൻഡ് പാർട്ട് മമ്മൂട്ടി തകർത്തു. ഇനി ഈ സിനിമ പറയാതെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ സിനിമയിൽ ഉടനീളം ഒരു ക്രിസ്ത്യൻ പരിവേഷം വില്ലൻ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്മഗ്ലിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്ററിനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബാങ്ക് കൊള്ളടിക്കാൻ പോകുന്ന സിസ്റ്റേഴ്സിന്റെ വേഷമിട്ട് പോകുന്ന ആളുകൾ, അങ്ങനെയൊക്കെ സിനിമ കാണിക്കുന്നുണ്ട്. കുരിശ് രൂപമൊക്കെ അതേ ഇതിൽ തന്നെ എടുത്തിട്ട് ഒരു റിലീജിയസ് കോൺഗ്രിഗേഷന്റെ സിസ്റ്റേഴ്സ് എങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് അതുപോലെയുള്ള ഒരു വസ്ത്രധാരണം ഈ സിനിമയിൽ ഉടനീളം ഒരു വില്ലൻ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ കാണിക്കുമ്പോൾ അതൊരു 10 സിനിമയിൽ അങ്ങനെ വില്ലൻ കഥാപാത്രങ്ങളുടെ പരിവേഷം, സാധുക്കളായ സിസ്റ്റേഴ്സിന്റെ വസ്ത്രവും അല്ലെങ്കിൽ കുരിശ് രൂപമൊക്കെ കാണിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകൾ, അവരുടെ ജീവിതം എന്താണെന്ന് അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഒരു ഇംപ്രഷൻ, അവരെ കുറിച്ച് കിട്ടാവുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ഈ സ്മഗ്ലിംഗ് നടത്തുന്നവരും അങ്ങനെയുള്ളവരും ആണ് സിസ്റ്റേഴ്സ് എന്നുള്ള ഒരു ധാരണ പ്രേക്ഷകരിൽ ജനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഫിലോസഫറായ ജോൺ ലോക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, മൈൻഡ് ഈസ് എ ടാബുലർ റാസ. മനസ്സ് എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് സ്ലൈറ്റ് ആണ്. അതിൽ നമ്മൾ എഴുതി പിടിപ്പിക്കുന്ന ചിത്രങ്ങളാണ്, ഇമേജുകളാണ് നമ്മുടെ മനസ്സിലുണ്ടാകുക. അപ്പൊ ഇതുപോലെ ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ചില വില്ലൻ പരിവേഷങ്ങളും തിരിച്ചടിക്കാൻ കെളിപ്പില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ വിശുദ്ധ വസ്ത്രതയൊക്കെ ഈ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ ഒരു നിഷ്കളങ്കമായ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത മനസ്സുകളിൽ കുത്തിവെക്കുന്ന വിഷം എന്ന് പറയുന്നത് അവരുടെ തിരുവസ്ത്രം ഈ സ്മഗ്ലിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളൊരു ഇമേജ് അവരിൽ രജിസ്റ്റർ ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വില്ലൻ കഥാപാത്രങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ കാണിക്കുന്ന ഒരു വില്ലൻ സിസ്റ്ററിന്റെ വേഷം എടുത്തിടുന്നു, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ ഒരു സിനിമയിൽ ഉടനീളം ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഒരു റിലീജിയസ് സമൂഹത്തിന്റെ ഒരു വസ്ത്രത്തെ ഡിവൈനായിട്ട് കണക്കാക്കുന്ന ചില കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഉടനീളം സിനിമയിൽ അങ്ങനെ കാണിക്കുമ്പോൾ അത് എനിക്കൊരു അനാവശ്യമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ വസ്ത്രധാരണം സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആ വില്ലൻ കഥാപാത്രത്തിനൊരു ഒരു സ്ട്രോങ് വില്ലൻ കഥാപാത്രം തന്നെയായിരുന്നു അത്. പക്ഷേ ഇത് അനാവശ്യമായിട്ടുള്ള ഒരു വലിച്ചിഴക്കലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇത് വൺ ടൈം വാച്ച്. ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ആൾക്കാർ ഇത് നല്ല രീതിയിൽ തന്നെ ഇത് കണക്ട് ആകുന്ന ഒരു സിനിമയാണ്. ഇനി മുതിർന്ന ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ മൊബൈൽ ഗെയിമിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവരെ സംബന്ധിച്ച് ഈ സിനിമ എത്രമാത്രം കണക്ട് ആകുമെന്ന് എനിക്ക് പറയാൻ അറിയില്ല.
ഇനി സിനിമ കാണണോ കാണണ്ടേ അത് നിങ്ങളുടെ മാത്രം തീരുമാനം. താങ്ക് യു.